ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ. ഒരു വശത്ത് കുറെ റൗഡികൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ എന്തിനാണെന്ന് അറിയില്ല. മറ്റൊരു വശത്താണെങ്കിൽ പോലീസ്, അവരാണെങ്കിൽ പിന്നീന്ന് മാറുന്നില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു കുഞ്ഞും കയ്യില്. ഇപ്പൊ എല്ലാവരുടെയും കണ്ണില് നമ്മളാണ് അക്യൂസ്ഡ്. ഇപ്പൊ നമ്മൾ എങ്ങനെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് എത്തിക്കും? നമ്മുടെ ചുറ്റും നമ്മുടെ ശത്രുക്കളല്ലേ. അങ്കിൾ, ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എപ്പോഴാ മോളെ? എന്റെ അച്ഛന്റെ ഫാക്ടറി അവിടെയാ ഉള്ളത്. ഒരു ജോലി മര്യാദക്ക് ചെയ്യാൻ അറിയില്ലല്ലോ. ഈ പൈസ ഒക്കെ നിന്റെ അപ്പനുണ്ടാക്കി തന്നാ? ഈ ഫയൽ കൊണ്ട് കൊടുക്ക്. ഈ ഫയൽ കറക്റ്റായിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് ചെയ്യ്. ഇഡിയറ്റ്സ്. നമസ്കാരം സർ. എന്തായി? എന്റെ മോളെ കിട്ടിയോ? കിട്ടിയിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ കിഡ്നാപ്പേഴ്സിന് പണം കൊടുത്തേ? എന്നിട്ട് കുഞ്ഞിതുവരെ എന്താ ചെയ്യാനി? എന്താ ചെയ്യേണ്ടെന്ന് പറ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ. എന്താടോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നേ? ആ കുഞ്ഞിനെ എങ്ങാനും കിട്ടിയാ തന്റെ തലയും പോവും, എന്റെ തലയും പോവും. ആ കുഞ്ഞ് തന്റെ കുഞ്ഞായതുകൊണ്ടാണ് വിട്ടുകളയുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യുന്ന? എന്താ കൊല്ലുവോ? കൊല്ലുവോന്നാ ചോദിച്ചേ? അച്ഛൻ. എന്നാ പിന്നെ കൊല്ല്, ആലോചിക്കണ്ട. കൊന്നേക്കുന്നേ. അവളുടെ അച്ഛനാണെന്നും പറഞ്ഞ് എത്ര നാളെന്ന് വെച്ചാ ഈ മുഖം മൂടിയും കെട്ടി വെച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നേ? അവൾക്കിനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്റെ ബാഗ് പ്രധാനമാണ്. അത് എത്രയും പെട്ടെന്ന് ഡാനിയുടെ കൈ കൊണ്ടുപോയി കൊടുക്കണം. ഇതിനാര് തടസ്സമായിട്ട് നിന്നാലും ശരി, എന്തുണ്ടായാലും ശരി, നമ്മുടെ ജീവൻ പോകുന്നതിന് പകരം മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കൊന്നേക്ക്. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് താൻ കണ്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? ഓക്കെ. ഹിയറിംഗ് എയ്ഡ് അല്ലേ ഇത്? ഇതെന്റെ മോളുടെ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പ എന്റെ മോൾ ഇവിടെ എവിടെയോ ഉണ്ട്. ഉറങ്ങിക്കോ മോൾ, ഉറങ്ങിക്കോ. ഉറക്കം വരുന്നില്ലേ? ഉറങ്ങിക്കോ, കണ്ണടച്ചുറങ്ങിക്കോ. എന്റെ ലൈഫ് പണ്ട് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നിർത്ത്. ഞാനല്ലാതെ കളിക്കാണോ നിങ്ങള്? എനിക്ക് വിടറ എന്റെ വായ നോക്കി നിൽക്കാതെ. ഓ, നിനക്കിപ്പോ എന്താ? നീ ഇതൊക്കെ ഈസി ആയിട്ട് ജയിക്കൂലേ? കളിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി. ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ആണല്ലോ. രാജാവും റാണിയൊക്കെ ഇവന്റെ പോക്കറ്റിൽ കിടക്കാണോ? ചേട്ടൻ ഫുൾ ഫോമിലാടാ. നീ എനിക്ക് ഇടറാ. എടാ, നിനക്ക് അറിയാഞ്ഞിട്ടാണ്. ഇവൻ പുലിയാണ്. നീ ഉണ്ടായിരുന്നു. ഞാൻ കാണാത്ത കളിക്കാരല്ല. കൈ വരണോ അവനോട്? ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ? കഴിഞ്ഞു. ഇതിനായിരുന്നല്ലോ ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടിയേ. എന്നാ പിന്നെ ഒരു തവണ കൂടി കളിച്ചു നോക്കടാ. കളിക്കാലോ.
നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്തിനാ? ദാ ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോയാൽ മതി. ഇതിപ്പോ കയ്യിലുള്ളതും കൂടെ പോയാലോടാ. പണത്തിന്റെ പുറകെ മാത്രം പോയി ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ബോധമില്ലാത്ത സമയത്ത് പറ്റിപ്പോയതാ. ആ സമയത്തൊക്കെ എന്താ ചെയ്യുന്നെന്ന് ഒരു പിടിയുമില്ല. ഛേ, ആ കേറി വാടോ. കേസ് ഫയൽ സർ. ആ. സാറിന്റെ പെർമിഷൻ കിട്ടിയ ഇത് ക്ലോസ് ചെയ്യായിരുന്നു. തനിക്ക് എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. ഇതിൽ ആര് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും തൂക്കി അകത്തിട്ടേക്ക്. യെസ് സർ. അറസ്റ്റ് അല്ല, എൻകൗണ്ടറാ ചെയ്യേണ്ടത്. ഈ കേസിന് പിന്നിൽ ആരാണോ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ, എന്റെ കുഞ്ഞിന്റെ ജീവൻ കൊണ്ട് കളിച്ചവരെ വെറുതെ വിടാൻ പാടില്ല. എന്നാ താൻ ചെല്ല്. താങ്ക് യു സർ. തല്ലും വാങ്ങിച്ചിട്ട് എന്റെ അടുത്ത് തന്നെ വന്ന് കഥ പറയുന്നു അല്ലടാ പട്ടികളെ. ഞാൻ കാതില് പൂ വെച്ച് ചുറ്റി തിരിയുന്നവനാണെന്ന് കരുതിയടാ പന്നികളെ. മാപ്പ് തരണം ചേട്ടാ. മാപ്പ് തരണോ അല്ലേ? നിന്നെ പോലെ ഉള്ളവന്മാർക്ക് ഇനിയും ഞാൻ മാപ്പ് തരണോ അല്ലേ? നീയൊക്കെ കാരണം എന്തുമാത്രം ലോസ് ഉണ്ടായെന്നറിയോ നിനക്ക്? ചേട്ടാ, ഞങ്ങൾക്ക് ഇനി ഒരു ചാൻസും കൂടെ തരുവാണെങ്കിൽ അതേട്ടാ, ഇത്തവണ ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്തിരിക്കും. മാപ്പ് തരണം. ആ? മാപ്പ് തരാം. നിനക്കൊക്കെ ഒരു ചാൻസ് കൂടെ ഞാൻ തരാം. എന്താ ചാൻസ് വേണോ? ഞാൻ വരിക. എന്താണ് കമ്മീഷണർ സാറേ, ക്രിമിനൽസിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതിന് പകരം ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഇയാൾക്ക് മുംബൈ നിന്ന് ഡീലൊന്നും സെറ്റ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് ഇറക്കി കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ച് വന്നായിരിക്കും. തന്റെ ഈ ആക്ഷന് റിയാക്ട് ചെയ്യാൻ വന്നവനല്ല ഞാൻ. ഈ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കില്ല. ഇവിടെ ഇപ്പോ രണ്ട് കാര്യങ്ങളാ ഉള്ളത്. ഒന്നുകിൽ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ തീർക്കണം, അതല്ലെങ്കിൽ പരസ്പരം വെടിവെച്ച് ചാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തേതാണ് വളരെ കംഫർട്ടബിൾ. തനിക്ക് ഏതാണ് കംഫർട്ടെന്ന് താൻ തന്നെ തീരുമാനിക്കേ. താൻ അവിടെ നിൽക്കണോ, ഞാൻ സംസാരിക്കാം. ആ കുഞ്ഞെവിടെ? കുഞ്ഞു? എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. താൻ വെറുതെ കളിക്കല്ലേ വെറുതെ. കിഡ്നാപ്പ് ചെയ്ത കുഞ്ഞെവിടെ? കമ്മീഷണർ സാർ, നിങ്ങൾ ഏത് കുഞ്ഞിന്റെ കാര്യം ചോദിക്കുന്നത്? ഇവൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ. തനിക്ക് എത്ര കോടി വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ആ കാശ് തരും. പക്ഷേ ആ കുഞ്ഞിനെ എനിക്ക് കിട്ടിയിരിക്കണം. ഡീൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് എത്ര വേണമെന്നുള്ളത് കുഞ്ഞിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ. ശരി, പോകണം. വാടാൻ. രവി, ചേട്ടാ. വിക്കി എവിടെ? ചേട്ടാ, അത് പിന്നെ രവി, ഇവൻ വേറൊരാളുടെ കൈ ചെന്നപ്പെടുന്നതിന് മുമ്പ് എനിക്കിവനെ വേണം. മനസ്സിലായോ? ശരി ചേട്ടാ. കൊണ്ടുവാ മുത്ത്, എങ്ങ അടുത്ത് നിക്ക്. ഹലോ, കമോൺ കമോൺ, വാ 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 വാ. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. കമോൺ കമോൺ.
Cheers! വരദ എന്താ ഇവരെന്താ ചെയ്യുന്നേ? പമ്പ് സെറ്റിന്റെ അടി കുളിച്ചോണ്ട് നിന്ന നിന്നെ രണ്ട് സൈഡിലും ഓരോ പെമ്പിള്ളേരെയും വെച്ച് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ട് നിൽക്കുന്ന അവസ്ഥ വരെ എത്തിച്ചതിന് എനിക്ക് തന്നെ നീ സ്കെച്ചിട്ടല്ലേ? വരദ എനിക്കൊന്നും അറിയില്ല വരദ. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണം അല്ലേ? വരദ ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒരേ ഒരു ചാൻസ് താ. ചാൻസ്? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മത്സരം നടത്താം. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. രണ്ടുപേർക്കൂടെ നീന്തി അങ്ങ് പോകാം. ആദ്യം അവിടെ ആരെത്തിച്ചേരുന്നോ അവനാണ് ജയിക്കുക. പുന്നാര മോനെ, ഇതിലെങ്ങാനും നീ തോറ്റുപോയാ നീ തീർന്നടാ. ജയിച്ച ജീവനോടെ ഉണ്ടാവും. എന്നെന്തിനാ കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ടെങ്കിലും കൊല്ല്. എന്തിനാ കൊല്ലുന്നതെന്ന് മുകളിൽ ചെന്ന് ചോദിക്കാം. ചേട്ടൻ വരുന്നു. ചേട്ടാ നമസ്കാരം. ഡാ, നമസ്കാരം. ഇരിക്കടാ. ചീട്ടിടാ. അണ്ണ കാശൊന്നും ഇല്ല അണ്ണ. രവി, എടാ നീ തോക്കൂടെ ഒന്ന് അടങ്ങിയിരിക്കടാ. നീ പറഞ്ഞ ശരിയാ, അതല്ലാതെ വേറെ വഴിയില്ല. നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോണെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്. നീ എന്തൊക്കെയാണോ ഉണ്ടാവണം. വേട്ടയാടുന്ന കാര്യത്തിൽ ഞാനൊരു പുലിയാ. ആ എന്നെ തന്നെ നിങ്ങൾ വേട്ടയാടാൻ നോക്കിയല്ലേ? അത്രയ്ക്കൊന്നും നീയൊന്നും വളർന്നിട്ടില്ല. വിക്കി എവിടെ? മാഡം, ഞാനൊരു കാര്യം പറഞ്ഞ മാഡത്തിന് ഷോക്കായിരിക്കും. ഇതിന്റെയൊക്കെ പിന്നില് നിങ്ങളുടെ ഭർത്താവ് തന്നെയാ. വാട്ട്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാനത് വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. മോക്കിഷ്ടായ? എന്നാലേ ഒരു കാര്യം ചെയ്. നാളെ സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരു അങ്കിള് വരും. ആ അങ്കിള് വലിയൊരു പാവ തരും. ആ അങ്കിളിന് മോള് ഇത് കൊടുക്കണം. ഓക്കെ? എന്നാ ബാഗ് വെക്കട്ടെ. ആ, നല്ല മോള്. എന്ത് തെറ്റാ ഭഗവാനെ ഞാൻ ചെയ്തത്? എന്താ എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ നടക്കുന്നത്? എന്റെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചത്. ഇപ്പൊ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക്
ഞാൻ ചെയ്ത ആ തെറ്റ് കാരണമായി. ഇതിന് കാരണക്കാരനായ ഒരുത്തനെയും ഞാൻ ഒരിക്കലും ഹലോ സർ, ആരാണ്? കിഡ്നാപ്പായ കുട്ടി ഇപ്പം എൻ്റെ കയ്യിലുണ്ട് സർ. റിയലി? പക്ഷേ ഞങ്ങളും കിഡ്നാപ്പേഴ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സർ. കിഡ്നാപ്പറും താനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. ഈ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ വലിയ ഓഫീസേഴ്സൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താനൊന്ന് സൂക്ഷിക്കണം. എപ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ വിളിക്കുന്നതുവരെ കുട്ടി നിങ്ങളോട് തന്നെ സേഫ് ആയിട്ടിരിക്കണം. വളരെ സൂക്ഷിക്കണം. ശരി, ഞാൻ വയ്ക്കുക. ഞാൻ പിന്നീട് വിളിച്ച് വരേണ്ട സ്ഥലം പറയാം. എന്താളിയാ, ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്നാണല്ലേ അല്ലേ? ഏയ് ചേട്ടാ, ചേട്ടൻ ഇത് എന്താ കാണിക്കുന്നേ? പെങ്ങളെ ഇതൊന്നും പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല. ഇവനെ മറന്നേക്ക്. നല്ലൊരു ചെറുക്കനെ നോക്കി മോൾക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു. എന്തൊക്കെ ചേട്ടൻ ഈ വിളിച്ചു പറയുന്നേ? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ അതൊക്കെ അറിയേണ്ട ആവശ്യം എന്താ? ഡാനിക്ക് നിന്നെ വേണം, എനിക്കാണെങ്കിൽ കാശും വേണം. അതിന് ഡാനി ആരാ? ഞാൻ അവൻ്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോവാം. അപ്പൊ നീ അവനോട് തന്നെ ചോദിക്ക്. പോവാം. ഡാനി എത്ര തരുമെന്ന് പറഞ്ഞേ? ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത അത്രയും പൈസ ഞാൻ തന്നാ പോരെ? അയ്യോ എന്റെ പൊന്നളിയാ, വേണ്ടേ. അന്നൊന്നും ഒന്നിന് പോയ ഗ്യാപ്പിൽ മിസ്സായി പോയവരല്ലേ. നിങ്ങളെ ഞാനിനി എങ്ങനെ വിശ്വസിക്കാനാ? എന്റെ പൊന്നളിയാ, വേണ്ട. ഇതുവരെ കാണാത്ത ഡാനിയെ വിശ്വാസം ഉണ്ടല്ലേ? സ്വന്തം അനിയത്തിനടുത്ത് നിൽക്കുന്ന എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, ഈ ഒരു തവണത്തേക്ക് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ പൊന്നു ചക്കര പെങ്ങളെ, നീയും ഡീല് സംസാരിക്കാൻ തുടങ്ങിയോ? ശരി, ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. നിങ്ങൾക്കൊന്നും അറിയില്ല, എന്നെ കണ്ടിട്ടുമില്ല, ഈ സ്ഥലത്തും വന്നിട്ടില്ല. ഇത്രയും ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ശ്രദ്ധിക്കണം എന്റെ പൊന്നു പെങ്ങളെ. ചെറുക്ക മാണമിട്ട പോലെ പോകുന്നേ. ശ്രദ്ധിച്ചാ കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോണേ. എന്റെ മോൻ ഞാൻ പറയുന്നത് ഒരു കണയും കേൾക്കൂല. പക്ഷെ നാട്ടുകാർ എന്തു എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഞാൻ അനുസരിക്കണം. എന്റെ മോൻ ഇനി എങ്ങനെയാണോ എന്തോ, അവൻ എന്നേക്കാൾ വലിയ ക്രിമിനലായി വളരും. അതിപ്പോ ആലോചിച്ചിട്ട് എന്താ കാര്യം? എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. പെങ്ങളിങ്ങ ചേട്ടാ, ഫോൺ. ഹലോ. എന്തായി നമ്മുടെ ഡീൽ? എന്തോന്ന് ഡീല്? കളിക്കരുത്. ആ കുഞ്ഞെവിടെ? ഓ, ഡാനി, നീയായിരുന്നോ? അത് നിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല. ട്രൂ കോളറില് കോൺട്രാക്ടർ എന്നാണല്ലോ നിന്റെ പേര് കാണിക്കുന്നത്. തമാശ കളിക്കാൻ സമയമില്ല, എനിക്ക് ആ കുഞ്ഞിനെ വേണം. ഡാനി, നിനക്ക് എന്താണോ വേണ്ടത് അത് തീർച്ചയായും കിട്ടും. വരതാ. നീ വന്നെന്തായാലും നന്നായിടാ. സോറിടാ. സോറിയാ? ചേട്ടനിപ്പോ എല്ലാ കാര്യങ്ങളും അറിയാം. ചേട്ടനിപ്പോ നിന്നെ കാണണമെന്ന്.